ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിനകത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ താഴെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു അഡൾട്ടാണ് 200 രൂപ, 5 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് വേണ്ട. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ്സുണ്ട്, അവരുടെ തന്നെ ബസ്സൊക്കെ ആയിട്ട് നമ്മളിതിന് മേലൊരു ടോപ്പ് സ്റ്റേഷനിൽ ഇറക്കി വിടും. ഇവിടുന്ന് പിന്നെ 1 കിലോമീറ്റർ നമ്മൾ മേളിലേക്ക് നടന്ന് കയറണം. അതൊരു ബഗ്ഗിയുണ്ട്, 2 റുപ്പീസ് കൊടുത്ത് നമുക്ക് ബഗ്ഗിയിൽ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നടക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് നടന്ന് കയറാം. ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടെ ഈ വരാടിനെ കാണാമെന്നൊക്കെ പറയാം, പക്ഷേ ഞങ്ങൾ ഇവരൊന്നും കണ്ടില്ല. ചില സമയത്തൊക്കെ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നടന്നു നോക്കട്ടെ, എന്തെങ്കിലും കാണുവാണെങ്കിൽ ഷൂട്ട് ചെയ്യാം. ടിക്കറ്റ്സ് നമുക്കിവിടെ കയറിക്കഴിഞ്ഞാൽ സെൽഫായിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ ഈ ടിക്കറ്റിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് അറിയുന്നില്ലെങ്കിൽ അവിടെ അസിസ്റ്റ് ചെയ്യാനും അവിടുത്തെ സ്റ്റാഫ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ടിക്കറ്റ് വരുന്നത് 200 റുപ്പീസ് നേരത്തെ പറഞ്ഞു കൂട്ട്. ചിൽഡ്രൻസിന് 5 years to 12 years ഏകദേശം 150. പിന്നെ നമുക്ക് ക്യാമറാസ് ഉണ്ടെങ്കിൽ DSLR ആണെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാർഡ് സ്വൈപ്പിംഗ് വഴി ഇല്ല ഗൂഗിൾ പേ വഴി ഇവിടെ അക്സെപ്റ്റഡ് ആണ്. അത് 2 മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ബസ് അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. ബസ്സിലോട്ട് കയറിയിട്ട് അടിപൊളിയായിട്ടുള്ള ആ വഴിനീളം നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. ഇവിടെ പ്രൈവറ്റ് വെഹിക്കിൾസ് അലൗഡ് അല്ല, അവരുടെ ബസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അപ്പോൾ ഇത് കൂടി ഒരു 2 kilometers, 1.5 to ഏകദേശം 3 kilometers ഉണ്ട്. അങ്ങനെ ഇങ്ങനെ 3 kilometers പോയിട്ട് അവിടെ ചെന്നിട്ടാണ് ബാക്കി കാഴ്ചകൾ നമ്മൾ നടന്നിട്ട് ഏറ്റവും മേളത്തെ പീക്കിലോട്ട് ചെന്നിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഈ പോകുന്ന വഴി തന്നെ അതിമനോഹരമായ കാഴ്ചകളാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈം നിങ്ങൾ മൂന്നാർ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇരവികുളം നാഷണൽ പാർക്കിലോട്ട് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടു നോക്കാം. You're the one I'm calling. You're my escape from my darkest days. And when the sun is shining, you know we out here riding, chasing the horizon with you. I don't need to look no further. You are the one I'm certain, only one that I'll be holding. When you're loving me, it goes like. കുരിശൊന്ന് മലറ്റൂർ കയറുന്ന പറഞ്ഞാൽ ഇതേ ചുവന്നുകൊണ്ട് കയറും. ഈ കേട്ട മലറ്റുമല കയറി പുണ്യം കിട്ടിയാൽ സത്യമായിട്ട് നമുക്ക് പോയിട്ട് കയറാം. ഏതായാലും പോകാൻ തീരുമാനിച്ചതല്ലേ. മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു, അവിടുത്തെ തിരുവടി കാണാൻ ആ മരം കൊള്ളാൻ സ്നാപ്പ് അടിക്കാം. ഫോട്ടോ 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 It goes like. It goes like. I believe that we are more. All the world is looking for. Show them all we got it. Never look back, never let go. I don't need to look no further. You are the one I'm certain, only one that I'll be holding. When you're loving me, it goes like. Look no further, look no further. Look no further, it goes like. ഒരു പകുതി വഴി കയറി കഴിയുമ്പം നമുക്കൊന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഹട്ട് പോലെ പണിത് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ക്യാൻറ്റീൻ അവൈലബിൾ ആയിട്ടുണ്ട്. കോഫി, ടീ, സ്നാക്സ് എല്ലാം നമുക്ക് അവിടെ നിന്ന് കഴിച്ച് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് അവിടെ ബസ് വെയിറ്റിംഗ് ആയിരിക്കും. അതും കയറിയിട്ട് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. തുമ്പിക്കൈ ചെവിയാണ്, കണ്ണ് 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 ലൈറ്റ് ഷെയ്ഡ്
ഗൈസ് ഞങ്ങൾ രാവിലെ 9 മണിക്ക് വന്നത് കാരണം ഇങ്ങനെ കയറാൻ പറ്റി. അഥവാ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ നിൽക്കുന്ന ക്രൗഡ് നിങ്ങൾക്ക് കാണാം. ആ queue എല്ലാം കണ്ടു തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എരവികുളത്തെ നാഷണൽ പാർക്കിന്റെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ബൈ Say bye. ഡേവിഡ്. അപ്പോൾ എരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ കാന്തല്ലൂരാണ് ഗൈസ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോടികൾ വില മതിക്കുന്ന സംഭവത്തിനകത്തൂടെ, അതായത് ഒരു ചന്ദനത്തോട്ടം, ഗവൺമെൻറ് വെച്ചെടുപ്പിച്ച ഒരു ചന്ദനത്തോട്ടത്തിനകത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കിടിലൻ റൂട്ടാണ്. കിടിലെന്ന് വെച്ചാൽ കിടിലൻ റൂട്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ 13 കിലോമീറ്റർ ഉള്ളൂ കാന്തല്ലൂര്. രണ്ട് സൈഡിലും നിങ്ങൾ EV വണ്ടിയായിട്ട് വരുവാണെങ്കിൽ നല്ലൊരു ഇറക്കമാണ്, ഇവിടം വരെ ഇറക്കമാണ്. വണ്ടി ബാറ്ററി ഒക്കെ വണ്ടി തന്നെ ഫുൾ ആയിക്കോളും റീജനായിട്ട്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളാണ്. അതെല്ലാം ചന്ദനമരങ്ങൾ, കൂടുതൽ ചന്ദനമരങ്ങൾ, വേറെ മരങ്ങളും ഉണ്ട്. ചന്ദനമരങ്ങളാണ് കൂടുതലുള്ള. ഇത് വേറൊരു പ്ലാന്റേഷൻ, ചന്ദനമരത്തിൻ്റെ ഒരു പ്ലാന്റേഷൻ, കാന്തല്ലൂർ പ്ലാന്റേഷനാണ് ഈ കാണുന്നത്. വരുന്ന വഴിക്ക് വലിയ വലിയ മരങ്ങളൊക്കെ, അതൊക്കെ ചന്ദനമരം കേട്ടോ. ഇത് ഈ കാണുന്നതല്ല. വരുന്ന വഴിക്ക് വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. കേരള ഫോർ സാൻഡൽ സീഡ് സ്റ്റാൻഡ് 1985.